ന്യൂട്ടല്ല കൊതിയന്മാർക്കിതാ ഒരു സന്തോഷ വാർത്ത. റേഷൻ കടല കൊണ്ടും ചക്കക്കുരു കൊണ്ടും ന്യൂട്ടല്ല ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തിട്ടും ന്യൂട്ടല്ല കൊതി മാറാതെ വീണ്ടും അടുത്ത ന്യൂട്ടല്ല റെസിപ്പിയുമായി ഞാൻ വരികയാണ് സുഹൃത്തുക്കളെ, വരികയാണ്. ഇപ്രാവശ്യം അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മൾ ന്യൂട്ടല്ല ഉണ്ടാക്കുന്നത്. റേഷൻ കടലയൊക്കെ തീർന്നു കഴിഞ്ഞു. പിന്നെ ചക്കക്കുരു ആണെങ്കിൽ സീസണായിട്ടും വേണം. എൻ്റെ മക്കളാണെങ്കിൽ ന്യൂട്ടല്ല ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കൂല. അപ്പോൾ പിന്നെ അമൃതം പൊടി വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. അപ്പോൾ സൂപ്പറായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലും എളുപ്പത്തിലൊരു ന്യൂട്ടല്ല സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് അമൃതം പൊടി എടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അമൃതം പൊടി ഒരു 2-3 മിനിറ്റ് വറുത്താൽ മതി. നല്ലൊരു സ്മെല്ല് മൂക്കിലേക്ക് അടിച്ച് വരാൻ തുടങ്ങുമല്ലോ. ആ സമയത്ത് നമുക്ക് ഓഫാക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊടി വറുത്ത പാനിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ചൂടുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് പ്ലേറ്റിലേക്ക് മാറ്റിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ്. ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഈ വാനില എസൻസിൻ്റെയും ചോക്ലേറ്റിൻ്റെയും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ന്യൂട്ടല്ലയ്ക്ക് ഉണ്ടാവുക. അമൃതം പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇതിനു പകരം നിങ്ങൾക്ക് മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിലും എടുക്കാം. അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്താലും മതി. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുക്കാൻ കാരണം സൺഫ്ലവർ ഓയിൽ ഹെൽത്തിയാണ്. അതുമാത്രമല്ല നമ്മുടെ വാനിലയുടെയും ചോക്ലേറ്റിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കണമെങ്കിൽ ഫ്ലേവർ ഒന്നുമില്ലാത്ത ഓയിലാണ് നല്ലത്. ഇപ്പോൾ ഇതാ പൊടിച്ച പഞ്ചസാരയുടെ കൂടെ കൊക്കോ പൗഡറും വാനില എസൻസും ചേർത്തൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ അമൃതം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടാതെ നമ്മൾ എടുത്തു വെച്ച ഓയിലിൽ നിന്ന് കുറച്ച് എടുത്ത് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ഓയിൽ ചേർക്കണ്ട, കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പകുതി ഓയിൽ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി പകുതി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മുടെ ന്യൂട്ടല്ല റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ന്യൂട്ടല്ലയിൽ ഇങ്ങനെ തരി പോലെ കാണുന്നത് അമൃതം പൊടിയിലുള്ള തരികളാണ് കേട്ടോ. അമൃതം പൊടിയിൽ ചെറിയ തരി പോലെ കാണുമല്ലോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അമൃതം പൊടി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ തരികളായിട്ട് കിടക്കുന്നത് കാണാതെ നല്ല സ്മൂത്തായിട്ടുള്ള ന്യൂട്ടല്ല തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഓയിലിൻ്റെ അളവ് 1/2 കപ്പാണ് പറഞ്ഞത്. 1/2 കപ്പ് എടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇത്രയും ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കിട്ടുക. കുറച്ചുകൂടി ടൈറ്റായിട്ട് കിട്ടണമെങ്കിൽ ഓയിലിൻ്റെ അളവ് കുറച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഓയിൽ എടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് ഒന്നായിട്ട് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് നല്ല പാകം കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ന്യൂട്ടല്ല റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത ന്യൂട്ടല്ലയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പി ഇതാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ന്യൂട്ടല്ല എന്ന്?